I will kill you. I love you. ഹായ്, വെൽക്കം ടു ആലോചിക്കൂ. മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ടോ? നമ്മൾ കേട്ടിട്ടില്ലേ? എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവോ? ഒരുപാട് ക്ലീശ ആൻസറുകൾ കിട്ടും. ചിന്തിക്കാനുള്ള കഴിവ് മൃഗങ്ങളും ചിന്തിക്കുന്നുണ്ടാവുമല്ലോ. പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു, അവരും പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. സിവിലൈസ്ഡ് സൊസൈറ്റിയിൽ ജീവിക്കുന്നു. നമ്മൾ മനുഷ്യർക്ക് സുഖപ്രദമായ ഒരു സാഹചര്യങ്ങൾ കെട്ടിപ്പടുക്കുന്നതിൽ നമ്മൾ വിജയിച്ചു എന്നുള്ളത് മാത്രമല്ലേ ഉള്ളൂ. അവരുടെ പാർപ്പിടത്തിലും കാട്ടിലും വാസസ്ഥലങ്ങളിലും ഒക്കെ അവരും ഒരു ലക്ഷറി ലൈഫ് തന്നെ ജീവിക്കുന്നു എന്നുള്ള ധാരണ മൃഗങ്ങൾക്കുണ്ടാവില്ലേ? പ്രധാനമായൊരു വ്യത്യാസം വികാരങ്ങളിലും അത് പ്രകടിപ്പിക്കുന്ന രീതിയിലാണെന്ന് തോന്നിയിട്ടുണ്ടോ? പക്ഷികൾക്കും പറവകൾക്കും മൃഗങ്ങൾക്കും മനുഷ്യേതരനായ ഏത് ജീവികൾക്കും വികാരങ്ങൾ അങ്ങനെ തന്നെ പ്രകടിപ്പിക്കാനല്ലേ അറിയൂ. ക്യാൻ ദേ ഫേക്ക് ചെയ്യുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. പല മൃഗങ്ങളുടെയും ഒരു സർവൈവൽ ഇൻസ്റ്റിങ്ക്റ്റ് ആയി ഫേക്ക് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഒരു പ്രൊഡക്ടർ വരുമ്പോൾ മരിച്ച പോലെ അഭിനയിക്കുന്ന ജീവികളുണ്ട്. ശ്വാസം പോലും നനച്ച് അതിജീവനത്തിന്റെ ഒരു വഴിയാണ് ശരിക്കും അത്. ഒരു പല്ലി അടിക്കാൻ നോക്കുമ്പോൾ അതിന്റെ വാല് മുറിച്ചിട്ട് പോകുന്നത് അതൊരു ഫേക്ക് തന്നെയാണല്ലോ ശരിക്കും പറഞ്ഞാൽ. അവിടെയാണ് മനുഷ്യന് വികാരങ്ങളെ ഫേക്ക് ചെയ്യാൻ പറ്റില്ലേ? ഉള്ളിലുള്ളത് തന്നെയാണോ നമ്മൾ പുറത്ത് കാണിക്കുന്നത്? ദ പോയിന്റ് ഈസ്, സ്നേഹം തോന്നിക്കഴിഞ്ഞാൽ വാലാട്ടാതിരിക്കാൻ ഒരു പട്ടിക്ക് കഴിയില്ല, അത് വാലാട്ടും. നമ്മൾക്കോ വലിയ സ്നേഹം ഉള്ളിൽ വെച്ച് തന്നെ ദേഷ്യം കാണിക്കാൻ പറ്റില്ലേ? വലിയ ദേഷ്യം മനസ്സിൽ വെച്ചിട്ട് തന്നെ സ്നേഹത്തോടെ പെരുമാറാൻ പറ്റില്ലേ? ഇപ്പൊ മനസ്സിൽ ആരെങ്കിലും ഓർമ്മ വരുന്നുണ്ടോ? ദാറ്റ്സ് നോട്ട് മൈ ഫോൾട്ട്. സിമ്പിൾ. ആലോചിക്കൂ. ഒരു കാര്യം കൂടി പറയാം, ചുമ്മാ കണ്ട് ചിരിച്ചുകൊണ്ടായില്ല. ലൈക്ക് ചെയ്യണം, അത് സബ്സ്ക്രൈബ് ചെയ്യണം. 100 സബ്സ്ക്രിപ്ഷൻ ഇപ്പോഴും ആയിട്ടില്ല. തമാശയോടെയില്ല, ചെലവുണ്ട് ഇതിനൊക്കെ. മനസ്സിലായി പറഞ്ഞു. ഐ എം വെരി സ്ട്രിക്റ്റ്.